പറഞ്ഞോ. ഏ ചോറുണ്ടോ? ആ ചോറുണ്ടു. ചോറിന് കഴിഞ്ഞോ? എന്നാ പണി? ഞങ്ങള് തൊഴിലുറപ്പിലാണേ. ആ അപ്പൊ അത് പറയാനാണ് മടി. മാടിയൊന്നുമല്ല, തൊണ്ടയ്ക്കൊരു അസ്വസ്ഥത. അത് മാറിയിട്ടില്ല എന്നെ, തൊണ്ടയിലെ കരകരപ്പ് മാറിയില്ല. മഴയില്ല അങ്ങോട്ട്? അയ്യോ മഴയില്ലെന്നോ. ഇന്നലൊക്കെ എന്നാ ഇടിയും മഴയായിരുന്നു. ആ എല്ലായിടത്തും അതെ, ഭയങ്കര ഇടിയും മഴയാ. ഇന്ന് കുഴപ്പമില്ല, ഇതേ മൂടണക്കുണ്ട്. മിക്കവാറും കഴിയുമ്പോ അറിയാം. രാമഴ പിന്നെ എന്നെ പറയും എന്നാ പോയങ്ങോട്ട്. 2 ദിവസമായി. ഉച്ചവരെയൊക്കെ പണി നടക്കുള്ളൂ. ഉച്ച കഴിഞ്ഞ് പണി. അവിടെ താമസിക്കണത് ദൂരമാണോ? താമസിക്കുക. ചിലപ്പോ മഴയില്ലെങ്കിൽ ചിലപ്പോ പോവും. അല്ല ഞാനോർത്ത് ഇനി ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഞാന് വിളിക്കുന്നത് ഭയങ്കര ശല്യമായോ. ഫോൺ എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, അതുകൊണ്ട് വിളിച്ച. ചില സമയത്തൊക്കെ പിന്നെ സിമ്മൊന്ന് ഊരി നോക്കിയാൽ അറിയാം. അങ്ങനെ ചെയ്യുമ്പോ അത് സേവ് ചെയ്ത് നമ്പറൊക്കെ പകുതി പോവുകയാണ്. സിമ്മിലാണെങ്കിൽ സേവ് ചെയ്തെങ്കിൽ പോകില്ല. ചില നമ്പറൊന്നും ഇല്ല, എന്തോ ഒരു നമ്പറും തന്നെ മൊത്തം പോവുക ഇത് ഊരിയപ്പോ കഴിഞ്ഞ പ്രാവശ്യം. ചിലതൊക്കെ കിടക്കുന്നുണ്ടോ കേട്ടോ, അതിന് മുക്കാലും നമ്പറൊക്കെ പോകും. ഈ ഫോണില് സേവ് ചെയ്തെങ്കിൽ പോവും, സിമ്മിലാണെ പോകില്ല. എങ്ങനെയാന്ന് എനിക്ക് ഫോണും പണിയൊന്നും അറിയത്തില്ലല്ലോ. കോൾ എടുക്കുന്നു, വിളിക്കുന്നു, നമ്പർ സേവ് ചെയ്ത് അങ്ങനെയൊക്കെ അറിയത്തില്ല, അല്ലാണ്ട് വേറെ പണിയൊന്നും അറിയത്തില്ല. ചോറിന് കഴിഞ്ഞാണോ പറഞ്ഞേ? ചോറുണ്ട്, ഞങ്ങൾക്ക് തോന്നിട്ടിരിക്കുന്നു. വീട്ടിലേക്ക് 1:30 ആവും വീട്ടിൽ ചെല്ലുമ്പോ. 1:30 ആവും. പിന്നെ ചോറിന സമയത്ത് തിരിച്ചു വരാൻ 1/2 മണിക്കൂർ വേണം, 3/4 മണിക്കൂർ. വേറെ വിശേഷമൊന്നും ഇല്ല, അങ്ങനെയൊക്കെ പോകും. എന്നോട് പറയാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ? അതാണ് പിന്നെ വിളിക്കാണ്ടിരുന്നതൊക്കെ. ഒന്നും ഉണ്ടായിട്ടല്ല. ഞാനൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നു. എല്ലാരും വിളിച്ചവരൊക്കെ വഴക്ക് പറയും, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു, വിളിച്ചാൽ കിട്ടൂലെന്ന്. ഞാൻ സ്വിച്ച് ഓഫ് ആക്കുന്നല്ലാതെ എന്നാ നോക്കല്ലേ, വഴക്കാം. ചാർജ് നിൽക്കുന്നില്ലെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ്. അങ്ങനെ പ്രശ്നം. ബാറ്ററിയാണോ ഫോണിന്റെ ആണെന്ന് ആർക്കറിയാമല്ലോ. ഞങ്ങള് ഇവിടെ പറമ്പില് വീട്ടിലിരിക്കുന്നു. വേറെ ആൾക്കാരില്ല? അവരൊന്നും തന്നെ, അവരപ്പുറം ഞാനിത്ര ഈ വീട്ടില് താമസക്കാരില്ലെന്നേ. പണിതേക്ക് വീട് മാത്രമേ ഉള്ളൂ. ആരുടെ ഉണ്ടോന്നും അറിയത്തില്ല. ആനേന്റെ നാട്ടിലൊരു എപ്പോഴും അറിയത്തില്ല. പിന്നെ എന്റെ കാര്യം വാങ്ങി സ്ഥലം വാങ്ങി വീട് വന്നിട്ടേക്കുന്നതാണ്. ഇവിടെ വരുന്ന അല്ലെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഏതൊരു വീട്ടിൽ വരുവാണ് ആദ്യത്തെ കേൾക്കുന്നത്. എവിടെ എങ്ങനെ ദൂരെയുള്ളവരാണ്. മുരിക്കാശ്ശേരി ആണോ എന്റെ സംശയം പറഞ്ഞിട്ട്, അവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെ പറയാറുണ്ട്. ഞാൻ വീണ്ടും ചാരി ഇരുന്നിട്ട് ഒന്ന് ഉറക്കാൻ വന്നു. തണുപ്പ് തോന്നിയ വെയിലില്ല, ചെറുതായിട്ട് തെളിവ് മാത്രമല്ല. അതുകൊണ്ട് വെയിലത്ത് ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ മാടപ്പള്ളിയിൽ അങ്ങനെ ഒരു വീട്ടുകാരുണ്ടാറുണ്ട്. വെറുതെ മാടപ്പള്ളി എന്ന് പറയുന്ന അയാള് കാരണവര് മരിച്ചുപോയില്ലേ? ആ വീട്ടുകാരൊക്കെ അറിയുന്നതാണോ? അവനെ അറിയുന്നൊക്കെ. കാരണവരൊക്കെ പരിചയമുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. അവരൊക്കെ അറിയോ? അല്ല, ഇവരിങ്ങനെ ഇത് പറഞ്ഞപ്പോ ഞാനൊന്ന് വെറുതെ ചോദിച്ചോളൂ. അവിടെ അറിയുന്നവരായിരിക്കും ഇങ്ങനെ സംശയം. ഞാൻ ഇവർക്ക് ചോദിക്കുന്നുള്ളൂ. അവര് കാരണവരൊക്കെ ആയിട്ട് പരിചയം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഒരു ഇളയ മകൻ ഈ മൂവാറ്റുപുഴ താമസിക്കുന്നുണ്ട്. അവൻ എന്റെ അടുത്ത് അവിടെ മൂവാറ്റുപുഴ പണി ഉണ്ടായിരുന്നപ്പോ പണിക്കൊക്കെ വന്നിട്ടുണ്ട്, മിക്കവാട് പണിക്കൊക്കെ. ചെറുക്കൻ പുള്ളിയുടെ ഏറ്റവും ഇളയ മകൻ.
അവര് ചേരണം. ആ ചെറുക്കൻ്റെയോ? ആ അത് പേരിപ്പോ കൃത്യമായിട്ട് കുഞ്ഞിന്നാ വിളിച്ചോണ്ടിരുന്നത്. അത് കല്യാണം കഴിഞ്ഞാണോ അത്? ആ അതെ അതെ. ആ പുള്ളി അവിടെ വാടക്കുളത്തുനിന്നാ പെണ്ണ് കെട്ടിയിരിക്കുന്നത്. അവരിപ്പോ ഇവിടെ തന്നെ താമസം? ഇപ്പൊ എവിടാന്ന് അറിയത്തില്ല. ഇപ്പൊ ഞാൻ കണ്ടിട്ട് 2 വർഷമായി. ഇപ്പൊ എവിടെയാന്ന് അറിയത്തില്ല. ഞാൻ ചുമ്മാ ചോദിച്ചേക്കാം. അവരെ ഞാൻ അറിയണ്ട. അങ്ങനെ അറിയാൻ നേരം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അങ്ങനെ വീട്ടിൽ വരുന്നപ്പോ ഞാൻ വെറുതെ ചോദിച്ചു. ഞാനോർക്ക് ഇനിയിപ്പോ നമ്മളെയൊക്കെ ഉപയോഗിച്ചിട്ട് പോയതായിരിക്കും. അതൊക്കെ ഉണ്ടാവും. ഉണ്ടാവോ? അറിയാൻ പറ്റില്ല. മനുഷ്യന്റെ കാര്യമില്ല. മനുഷ്യന്റെ കാര്യം അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നലൊക്കെ ചില നേരം വരും. ഒളിച്ചോടാനൊക്കെ പോണം. പറഞ്ഞിട്ടേ പോവുള്ളൂ. പോകുമ്പോ പറഞ്ഞിട്ടേ പോവുള്ളൂ. അതോർക്ക് ഒന്നും വേണ്ട. പറയാതെ പോയില്ലോ എന്നുള്ളത് വേണ്ട. പറഞ്ഞിരിക്കും. പോകാൻ സാധ്യതയുണ്ടല്ലേ? അപ്പൊ എന്നത്താനായിരിക്കും? അതൊന്നും പറയാതായില്ല. തോന്നുന്നു വെറുതെ പറയാണ്ട് കയറുമ്പോ പോകും. സമയായോ? എന്താ പണിക്കാരൊക്കെ? 5-6 പേരുണ്ട്. ചോറിട്ടിരിക്കുവായിരുന്നു. നിങ്ങൾ ചോറ് വാങ്ങിക്കുന്നതാണ് വെക്കുവാണോ? അല്ല, ചോറ് വെക്കും. അതൊരു ചേട്ടനുണ്ടാവും, പുള്ളി ഉണ്ടാക്കും. അതിനെ ഞാൻ പറഞ്ഞ ചോറ് വെക്കുമ്പോഴത്തേക്ക് പോരെ. വരേണ്ടി വരുമെന്ന് തോന്നുന്നു. വരേണ്ടി വരുമെന്ന് തോന്നുന്നു. പോരെ? വരേണ്ടി വരുമെന്ന് തോന്നുന്നു. പോരെന്ന് ഞാൻ എപ്പം പോലും പറയുന്നത് പോരെ. മഴയൊക്കെ ഇല്ലാത്തപ്പോഴാണെങ്കിൽ വീട്ടിൽ പോകാൻ ഡെയിലി. അല്ല, മഴയില്ലാത്തപ്പോഴാണ് ഡെയിലി പോകാമെന്നേ. അല്ലെങ്കിൽ കിടക്കാം. ഇത്രയും ദിവസമായില്ലേ വിളിച്ചിട്ട് റുക്മാനി? എന്താണ് വിളിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ ഇന്ന്? അങ്ങനെ തരാൻ പറ്റുമോ? അതിനാ അങ്ങനെ ശ്രദ്ധിക്കില്ല. അതൊക്കെ പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കും. പിന്നെ ആൾക്കാർ കുറെ അകലല്ലേ ഇരിക്കുന്നേ. അവര് കേൾക്കണ്ട, അതൊക്കെ പറഞ്ഞാൽ മതി. പറഞ്ഞെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? എനിക്ക് ഗൾഫിലേക്കൊക്കെ പോകാനൊരു ചാൻസ് വന്നിട്ടുണ്ട്. ഗൾഫിലോ? പിന്നെ അത് ഈ പ്രാവശ്യം വന്നിട്ട് അതിന് മുമ്പത്തെ പ്രാവശ്യം അത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുക്കാരാ. അവൻ ഒരു ആ ചെറുക്കിന് പ്രാവശ്യം കണ്ടപ്പോഴുണ്ട് പറഞ്ഞ് ഞാൻ അമ്മയും പോയപ്പോ ചേച്ചിനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ്. ഞാൻ പിന്നെ എന്ത് തന്നെ ചുമ്മാ വന്ന് നിന്നാൽ ഞങ്ങളുടെ അവിടെ വന്ന് നിന്നാ മതി. പണിയൊന്നും ചെയ്യേണ്ട ചുമ്മാ നിന്നാൽ മതി. ഞാൻ വിഷയൊക്കെ ശരിയാക്കാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും ഭയങ്കര ശല്യ. കൊണ്ടാകാതെ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ എന്നിട്ട് വേണം. ഞാൻ പോണില്ല പറഞ്ഞു. ഭയങ്കര നിർബന്ധമല്ലേ പോകാൻ പറഞ്ഞു. അവർക്ക് എന്താ ജോലി? ഞാൻ വിശദാർത്ഥം ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു കേസ് നിന്നില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതോട് ചോദിക്കാനും പോയില്ല. അത് വേറെ ആൾക്കാർക്ക് അവിടെയാണെന്നങ്ങാണ്ട് വന്നത്. ഇവിടെ എന്നാ സ്ഥലം പറഞ്ഞില്ലേ, എന്നാ സ്ഥലമാ. പിന്നെ ഒരു വണ്ണപ്പുറത്തങ്ങാണ്ട് വീട് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞേ. അപ്പൊ എന്നെ കാണുമ്പോൾ ഭയങ്കര നിർബന്ധം കൊണ്ടുപോകാൻ പറഞ്ഞു. ചുമ്മാ അവിടെ ഒന്ന് നിന്നാലും പറഞ്ഞു അവരൊക്കെ. ഇപ്പൊ അടുത്തൊരു വീട്ടിൽ പറയാ അവർക്ക് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകണം, അങ്ങോട്ട് പോകാം, എന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുറച്ച് ദിവസം കഴിയട്ടെ, ഞാൻ വന്നേക്കാൻ. ആലപ്പുഴയ്ക്ക് എന്തായാലും പോവാ. ചുമ്മാ കുറച്ച് സ്ഥലത്തേക്ക് ഒരു അനിയത്തിനെ കിട്ടിയേക്കുന്ന അവിടെയാണ്. അപ്പം ഞാൻ കല്യാണം കൂടിയില്ല. അവര് പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോ അങ്ങനെയൊക്കെ അവര് കണ്ടുപോയിച്ചുള്ളൂ. അപ്പൊ കല്യാണത്തിന് ഞങ്ങൾ ഇല്ലായിരുന്നോണ്ട് പോരേന്നും പറഞ്ഞു. അപ്പൊ എന്നെ കണ്ടില്ല അവരാരും. അന്നേരം ഇവിടെ ചേട്ടൻപള്ളിയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്നിനി കുറച്ച് ദിവസം അവിടെ കൊണ്ട് അവരുടെ ഒപ്പം നിർത്താം, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഭയങ്കര നിർബന്ധമാണ് വീട്ടിൽ ചെല്ലുമ്പോഴേ ചേട്ടൻപള്ളി. ഞാൻ പറഞ്ഞു പോകാൻ നിൽക്കാം, ഇതൊക്കെ ഒരാഴ്ചകൾ കഴിയിട്ടെന്ന് പറഞ്ഞു. അവരൊക്കെ ഞാൻ വന്ന കല്യാണ ഡ്രസ് എടുക്കാൻ പോയപ്പോഴത്തുള്ള പരിചയമുള്ളൂ ചേട്ടന്മാരുമായിട്ട് കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അവർക്ക് ഭയങ്കര ശല്യാന്ന് പറയാം. അവളെ കാണുമ്പോ പറയുന്നു ചേച്ചീനെ വിളിച്ചാരെ. എന്നെക്കാളും പ്രായമുള്ളവരെയാ, പക്ഷെ എന്റെ ചേച്ചീനെ വിളിക്കുള്ളൂ. മൂത്തേട്ടനും അങ്ങനെ വിളിക്കുന്നു.
അവരങ്ങോട്ട് വരുമ്പോ അവരുടെ അമ്മയൊന്നും കണ്ടില്ല എന്നും പറഞ്ഞു. ഞാൻ മാത്രം ചെന്നിട്ടില്ല ഇതുവരെ. കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളാണല്ലോ എങ്കിൽ പോലും നമ്മൾ ഇഷ്ടം എന്തായാലും നന്നില്ല. ഉണ്ടായിരുന്നൊക്കെ പണയം വന്നു, എല്ലാം പണയം വെച്ച അതൊക്കെ വഴിയൊക്കെ പോയി എടുക്കാതെ. പുറത്ത് പോകണം അവര് കുറച്ച് ദിവസം പോണെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഇന്നലെ വിളിച്ച് ഭയങ്കര ഇതായിരുന്നു, എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. തിരുവനന്തപുരം അവര് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഞാൻ പറഞ്ഞേ നിന്റെ ചേട്ടൻ പറഞ്ഞ പിന്നെ ഞാനെന്തിനാ അവരുടെ അടുത്തേക്ക് പോകുന്നു. അവർക്ക് ഭയങ്കര നിർബന്ധമാണ് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇപ്പഴല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം. ഇപ്പൊന്നും പോകുന്നില്ല, മഴക്കാലത്തൊന്നും പോകുന്നില്ല. പേരക്കൊക്കെയാ പോകുന്നത്. സ്ഥലമൊക്കെ കണ്ടൊക്കെ വരാല്ല. അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ലല്ലേ. പിന്നെ എനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് അവിടെ. ഇപ്പൊ മറന്നുപോയി കാണും. ഒത്തിരി വർഷമായിട്ട് ഒരു 10-12 വർഷത്തിന് മേലിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ മറന്നുപോയി കാണും. ഒത്തിരി പിള്ളേരുണ്ടാവും കൂട്ടുകാരൊക്കെ. അന്നൊന്നും ഇവരെ കയ്യില് ഫോണൊന്നും ഇല്ലല്ലോ, വിളിക്കാനേ പറയണ അങ്ങനെ. അതൊക്കെ മറന്നുപോയി കാണും അവര്. അങ്ങനെ മറക്കൊന്നുമില്ല. ആർക്കറിയാം മനുഷ്യന്റെ കാര്യം. അതും പറയാൻ പറ്റില്ല. എനിക്കതിന് മറിവ് ഭയങ്കര മറിവാണേ. കുറെ നാളത്ത് ഭയങ്കര മറിവാ. അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ എല്ലാരും പറയും ഒരു കണക്കിന് മറവി നല്ലതാണ്. കഴിഞ്ഞൊന്നും നമുക്ക് നോക്കണ്ടല്ലോ. ഒരു കണക്കിന് മറവി നല്ലതാണ് പറയും. അതിപ്പോ തന്നെ ഞാൻ മറന്നുപോയി കാണുന്നു. 2 ആഴ്ചയായില്ലേ വിളിച്ചിട്ട്. പോകുന്ന കാര്യത്തെ പറ്റി ആലോചിക്കണം. പിന്നെ അത് ആലോചിക്കാന്നില്ല. അതൊക്കെ ഓക്കെ. ഇവിടെ ഇവിടെ അല്ലല്ലോ, എനിക്ക് കുറെ എവിടെയെങ്കിലും മാറി നിൽക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമാണ്. പക്ഷെ അതിനാണ് പിന്നെ ഞാൻ വിളിച്ചിട്ട് വരാതെ. അതുപോലെ യാത്രകൾ എനിക്കിഷ്ടമാണ്. യാത്രകളാ? ചുമ്മാ അങ്ങനെ കറങ്ങണം. നമുക്കൊരു ദിവസം കറങ്ങാൻ പോ. ബൈക്കിന് സ്ഥലങ്ങളൊക്കെ കാണാം. എവിടെയാ പോണേ? മൂന്നാറാ? മൂന്നാറിലൊന്നും ഞാൻ പോയിട്ടില്ല. വരുമ്പോ നമ്മളെ എനിക്ക് അവിടെ ഉണ്ട്. ഒരാഴ്ച ഞാൻ ആദ്യം പോയി നിൽക്കുമ്പോ എന്നോട് പറയാം നമുക്ക് മൂന്നാർ കാണുമ്പോ. അവര് കുറെ നാൾ അവിടെ താമസിച്ച പള്ളിവാസലം കണ്ട് മൂന്നാറ്. അപ്പം അന്നൊന്നും പോകാനുള്ള വെളിയിൽ തോന്നിയില്ല, പോയില്ല. ഇപ്പൊ അത് എന്തായാലും വേനക്ക് അങ്ങോട്ടൊക്കെ പോകണം. തൊട്ടടുത്ത ഇടുക്കി ഡാം കണ്ടിട്ടില്ല. ഇടുക്കി അങ്ങനെ ഒരു സ്ഥലം പോലും അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച 15 വരെ പോകും. ഇടുക്കി ഡാം തുറക്കുന്ന ഞങ്ങൾക്ക് പോയായിരുന്നോ? കുറച്ച് വെള്ളം തുറന്നു. ഞാൻ മനസ്സിൽ ഓർത്തു കേട്ടോ. എനിക്കെന്താ അങ്ങനെ മനസ്സിൽ തോന്നല് വന്നു. വെള്ളം കാണാൻ പേടിയാണ് എനിക്ക് ഒരുപാട്. വെള്ളം കാണുമ്പോ പുഴയിലൊക്കെയാണേലും വെള്ളത്തിലിറങ്ങുന്ന അകലൊന്നും കണ്ടാൽ മതിയല്ലോ. പക്ഷെ എനിക്കത് കാണാൻ പോകണം. ഞങ്ങള് കഴിഞ്ഞ വർഷം കണ്ട് എല്ലാരും പറഞ്ഞുകൂടി നമുക്ക് കാണാൻ പോവാന്നൊക്കെ. ഞാനും പറഞ്ഞാ പോവാന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് വെള്ളം ഇങ്ങനെ ഒരുപാട് കെട്ടിക്കിടക്കുന്നതാണ്. വീടിന്റെയൊക്കെ കിടക്കുകയല്ലേ. അങ്ങനെയൊക്കെ കാണുമ്പോ ഏതെങ്കിലും നേരിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നു. അവിടെ ഒരു ദിവസം തങ്ങിയിട്ടൊക്കെ ഞങ്ങള് ഒരു ദിവസം പോകും. അങ്ങനെ അപ്പൊ കുളിക്കാനൊക്കെ പോകുമ്പോ പുഴയുടെ അവിടെ ഇറങ്ങുമ്പോ ഒരു പേടിയാണ് വെള്ളം ഇങ്ങനെ ഒരുപാട് കാണുമ്പോ. പിന്നെ കുളിക്കാനുള്ള അതിന് അമ്പലത്തേക്ക് നടത്തിറങ്ങി കുളിക്കും. ഞാൻ കൊണ്ടുപോകാം. എന്നാ പോണേ? വേനലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കറങ്ങാൻ പോവാം. മൂന്നാറോ എവിടെ വേണേലും പോവാം. എങ്ങോട്ടാ പോണേ? എങ്ങോട്ട് വേണേലും പോവാം. പറഞ്ഞു. പറഞ്ഞാ പിന്നെ പറഞ്ഞായിരിക്കും. പിന്നെ ഞാൻ റെഡി ആയി കഴിയുമ്പോ പറ്റുവാന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് റെഡിയാണല്ലോ. ഇപ്പൊ എന്നാ ആലപ്പുഴക്ക് പോണേ? ആലപ്പുഴക്ക് എന്നാ പോണേ? എങ്ങനെയാണ് തീരുമാനമില്ല. ഞാനിനി പെരുമ്പാവൂർ ചെല്ലാണ്ട് തീരുമാനമാവില്ല. അവര് വരുമ്പോ ചേട്ടൻ ഭയങ്കര ഉറപ്പൊന്നു വന്നു എന്നെ വിളിക്കാനും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചിയുടെ ഭയങ്കര ശല്യമാണ്. അപ്പം ചെന്നാലും അവളോട് പറയുന്നതന്നെ എന്നെ വിളിച്ച് ആലപ്പുഴക്ക് കൊണ്ടുപോകാൻ. ഒരു ദിവസം കണ്ടുവരുന്നേ ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റ ദിവസം അവര് കാണാൻ വന്ന ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ നല്ല പരിചയമായിരുന്നു. അവർക്ക് ഭയങ്കര നിർബന്ധം ചേട്ടൻ വിളിക്കും. അപ്പൊ ഒരു ദിവസം കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ്
ആയിരിക്കും. പിന്നെ ചേട്ടൻ അവരുടെ അമ്മയ്ക്കും. ഞാൻ ഇത്ര നാളായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വരുത്താൻ വന്നില്ല. കാണാനോ സമയമുണ്ടല്ലോ, ആള് വിട്ടു പോകുന്നില്ല, എന്തായാലും കണ്ടിരിക്കും. സമയമുണ്ട്, ശരിയാ. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ, മൂലമറ്റത്തിന് പോരെ. അതിന് അവിടെ ഒന്നുമില്ല, ഇവിടെയൊന്നും കാണാമല്ലോ. പെൺമണി വന്നാ പോരെ. പെൺമണി വന്നാ പോരെ താമസിച്ചില്ല. അങ്ങനെ ടൗണിൽ വെച്ച് കാണാനാ? ടൗണിൽ വെച്ച് കാണാൻ മിണ്ടാ പോലും പറ്റിയല്ലോ. ആൾക്കാർ അറിയത്തില്ല, എല്ലാവരും മിണ്ടുന്നു നോക്കുക. അങ്ങനെ ആൾക്കാർ വിചാരിക്കുന്നവര് വിചാരിച്ചിട്ട് എനിക്ക് പ്രശ്നമില്ല. എനിക്കും പ്രശ്നമില്ല. വൈകുന്നേരം വീട്ടിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാം. ശരി, വൈകുന്നേരം വിളിക്കാം. വൈകുന്നേരം വിളിക്കാം. വീട്ടിലല്ലേ എന്തായാലും.